പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. മഞ്ചൽക്കാരിലൊരാൾ സഞ്ചി എടുക്കാൻ മരച്ചുവട്ടിലേക്ക് നടന്നു. സഞ്ചിയിൽ കൈവച്ചു. അത് പൊങ്ങുന്നില്ല. ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് ശ്രമിച്ചു. സഞ്ചിക്കനക്കമില്ല. 8 അമാലന്മാരും ഒന്നിച്ചു ശ്രമിച്ചു. സഞ്ചിക്കിളക്കമില്ല. എൻ്റെ സഞ്ചിയെടുത്ത് എൻ്റെ കയ്യിൽ തരിൻ, ഉപ്പുകൂറ്റൻ ദേഷ്യം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. അഗ്നിഹോത്രി മുറ്റത്തിറങ്ങി. വലത്തെ ചൂണ്ടുവിരൽ കൊണ്ട് സഞ്ചി എടുത്തു പൊക്കി. സഞ്ചി ഉപ്പുകൂറ്റനെ ഏൽപ്പിച്ചു. ഉപ്പുകൂറ്റൻ നങ്ങേലി അന്തർജനത്തിൻ്റെ പിതാവിൻ്റെ മുന്നിൽ വന്നു നിന്നു. നിരവധി ചെറുമക്കളെ ചുട്ടെരിച്ചവനാണ് തമ്പുരാട്ടിയുടെ അച്ഛൻ. മനസ്സിൽ മുഴുവനും ദുഷ്ടതയാണ്. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കാതിരുന്നത്. ആചാരം പറയാത്തതും അതുകൊണ്ട് തന്നെ. നിങ്ങൾ മനുഷ്യനാവാൻ നോക്കണം തമ്പുരാനെ. ഞാൻ പോണു. വല്ലതും കഴിച്ചിട്ട് പോകാം ഉപ്പുകൂറ്റ. അഗ്നിഹോത്രിയെ ക്ഷണിച്ചു. അടിയൻ പിന്നെ വരാം. ഉപ്പുകൂറ്റൻ ചാക്കെടുത്ത് ചുമലിലിട്ട് ധൃതിയിൽ നടന്നു. അയാൾ സ്വന്തം ഗ്രാമത്തിലെത്തി. ഉപ്പുകൂറ്റൻ്റെ കൂട്ടുകാർ തങ്ങളുടെ ചങ്ങാതിയുടെ വരവും കാത്ത് അക്ഷമരായി നിൽക്കുകയായിരുന്നു. ആരായിരുന്നു കൂട്ടുകാർ? 20ഓളം കുട്ടികൾ. പല പ്രായത്തിലുള്ളവർ, പല ജാതിക്കാർ, പല വേഷക്കാർ. ഉപ്പുകൂറ്റൻ അമ്പലക്കുളത്തിൻ്റെ കരയിലുള്ള വലിയ ഒതുക്കുകല്ലിൽ ഇരുന്നു. ചുറ്റിനും കുട്ടികളും. ഇന്നെന്താ ഇത്ര വൈകിയത് ഉപ്പുകൂറ്റ? ഇന്ന് അസാരം വൈകി കുട്ടിയോളെ. ഉപ്പുകൂറ്റൻ സഞ്ചിയെടുത്തു കുടഞ്ഞു. അതിൽ നിന്നും തുരുതുരെ എള്ളുണ്ടകൾ പുറത്തു ചാടി. കുട്ടികൾ എള്ളുണ്ടകൾ പെറുക്കിയെടുത്തു. വയറ് നിറയെ തിന്നു. ഉപ്പുകൂറ്റ, ഇനിയൊരു കഥ പറഞ്ഞു തരൂ. പറയാം. കുറച്ചു കൊല്ലങ്ങൾക്ക് മുൻപ് ഒരമ്മ വഴിയരികിൽ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. വഴിയരികിലോ? അതെ. അമ്മ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് എങ്ങടോ പോയി. കുഞ്ഞിന് അച്ഛനുണ്ടായിരുന്നില്ലേ? കഥ പറയണേൻ്റെ ഇടയ്ക്ക് ചോദ്യം ചോദിക്കരുത്. കേട്ടോണ്ടിരുന്നാ മതി, ഉപ്പുകൂറ്റൻ പറഞ്ഞു. അയാൾ തുടർന്നു. ആ കുട്ടിയെ ആദ്യം കണ്ടത് ഖദീജയുമ്മയാണ്. പിന്നെ കണ്ടത് ത്രേസ്യാമ്മയും. 2 സ്ത്രീകളും പാവപ്പെട്ടവരായിരുന്നു. അവരാലോചിച്ചു. ഒരു തീരുമാനമെടുത്തു. 1 മാസം ഒരാൾ കുഞ്ഞിനെ പോറ്റണം. അടുത്ത മാസം അടുത്തയാൾ. അങ്ങനെ ആ കുഞ്ഞ് മുതിർന്ന് വലുതാവുന്നത് വരെ 2 പേരും കൂടി അതിനെ വളർത്തണം. അവർ അവനെ വളർത്തി. അവൻ അള്ളാവിനെ വണങ്ങി, ഉണ്ണിയേശുവിനെയും വണങ്ങി. പള്ളികളുടെ മുന്നിൽ അവൻ മുട്ടുകുത്തി നിന്നു, പ്രാർത്ഥിച്ചു. എന്നിട്ടും അവന് തൃപ്തിയായില്ല. സ്നേഹമന്വേഷിച്ച് അവൻ നടന്നു. അവന് കുറേ കുട്ടികളെ കിട്ടി കൂട്ടുകാരായിട്ട്. അവൻ കുട്ടികളോടൊപ്പം കളിച്ചു, പാട്ടുപാടി, നൃത്തം ചെയ്തു. അവസാനം അവൻ കണ്ടുപിടിച്ചു, ദൈവം ഇരിക്കുന്നത് കുട്ടികളുടെ മനസ്സിലാണെന്ന്. പെട്ടെന്ന് ഉപ്പുകൂറ്റൻ്റെ കണ്ണ് നിറഞ്ഞു. തൊണ്ടയിൽ ഗദ്ഗതം തുടിച്ചു നിന്നു. ഉപ്പുകൂറ്റൻ എന്തിനാ കരയണത്? എൻ്റെ കുട്ടിയോളെ. ഉപ്പുകൂറ്റൻ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.